നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 1857 റിവോൾട്ടിൻ്റെ കോസസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതുപോലെ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് എന്താണെന്നും മാൽവാരി സിസ്റ്റം, റയോട്ട് വാരി സിസ്റ്റം, സബ്സിഡറി അലയൻസ്, ഡോക്ട്രിൻ ഓഫ് ലാബ്സ്, ഇതൊക്കെ എങ്ങനെയാണ് 1857 വാറിലേക്ക് നയിച്ചതെന്നും എല്ലാം നമ്മൾ നോക്കി. സോ ഇന്ന് 1857 റിവോൾട്ടിൻ്റെ സ്റ്റോം സെൻറ്റേഴ്സും ആ സെൻറ്റേഴ്സിലുണ്ടായിരുന്ന ക്യാരക്ടേഴ്സ്, അത് ബ്രിട്ടീഷും അതുപോലെ തന്നെ ഇന്ത്യൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കേണ്ടത്. സോ നമുക്ക് 1857 സ്റ്റോം പോയിൻറ്റ്സും അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. മീററ്റ് 10 May 1857. 10 May 1857 മീററ്റിലാണ് സിപ്പോയ് മുന്നണി പൊട്ടിപ്പുറപ്പെടുന്നത്. ഇതിനു മുമ്പും ഒരുപാട് തവണ സിപ്പോയ് മുന്നണി ഉണ്ടായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് അഫ്ഗാൻ വാറിൻ്റെ സമയത്ത്, അതുപോലെ തന്നെ ബരക്പൂരിലും മദ്രാസ് റെജിമെൻറ്റിലും ഒക്കെ സിപ്പോയ് മുന്നണി ഉണ്ടായിട്ടുണ്ട്. സോ ഇത്തവണ സിപ്പോയ് മുന്നണി ഉണ്ടായപ്പോൾ സിപ്പോയ്സ് ഉറച്ച് തന്നെയായിരുന്നു അവർക്ക് ലീഡറിനെ ആവശ്യമുണ്ടെന്ന്. സോ അവർ മീററ്റിൽ നിന്ന് 58 കിലോമീറ്റർ അകലെയുള്ള ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു. സോ ഡൽഹിയിൽ അവിടെ ലോക്കൽ ഇൻഫൻട്രി ഉണ്ട്. മീററ്റിൽ നിന്ന് സിപ്പോയ്സ് വരുന്നത് മനസ്സിലാക്കിയ ലോക്കൽ ഇൻഫൻട്രി ഈ സിപ്പോയ്സിൻ്റെ കൂടെ ചേർന്നു. അപ്പോൾ ലോക്കൽ ഇൻഫൻട്രിയും മീററ്റിൽ നിന്ന് വന്ന സിപ്പോയും കൂടെ ചേർന്ന് ബ്രിട്ടീഷിനെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി. ഇവിടെ നമ്മൾ അറിയേണ്ട രണ്ട് പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ജനറലുകളുണ്ട്. ആദ്യം സൈമൺ ഫ്രേസർ. സൈമൺ ഫ്രേസറിൻ്റെ പേര് ഓർമ്മ വെച്ചേക്കണം. ഏത് സ്ഥലമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയാണ്. അതുപോലെ സൈമൺ ഫ്രേസർ പോയതിന് ശേഷം അവരെ നമ്മുടെ ലോക്കൽ ഇൻഫൻട്രി സിപ്പോയും ചേർന്ന് തീർത്തതിന് ശേഷം പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ലെഫ്റ്റനൻ്റാണ് ലെഫ്റ്റനൻറ്റ് വില്ലബി. സോ ലെഫ്റ്റനൻറ്റ് വില്ലബീനെ ഈ പറയുന്ന സിപ്പോയും ലോക്കൽ ഇൻഫൻട്രിയും കൂടെ ചേർന്ന് തീർത്ത്. എന്നിട്ട് അവർ നേരെ പോയത് നമ്മുടെ മുഗൾ രാജാവായ ബഹദൂർ ഷാ സഫറിൻ്റെ അടുത്തേക്കാണ്. ബഹദൂർ ഷാ സഫറിന് ഇതിൻ്റെ ലീഡർ ആവാനുള്ള പ്രായം അല്ലായിരുന്നു, അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ സിപ്പോയ്സിൻ്റെ ആവശ്യത്തിന് മുമ്പിൽ വഴങ്ങി ബഹദൂർ ഷാ സഫർ ലീഡറാണ്. സോ എംപറർ ഓഫ് ഇന്ത്യ ആയിട്ട് പ്രൊക്ലെയിം ചെയ്ത്. മനസ്സില്ലാതെയാണ് ആയതെങ്കിലും ആയി കഴിഞ്ഞതിന് ശേഷം ഒരു മുഗൾ എംപറിന് വേണ്ട ക്വാളിറ്റി ഉള്ളതുപോലെ ഓർഗനൈസേഷനുകൾ നടത്തി. അതായത് ബഹദൂർ ഷാ സഫർ ഒരു കോർട്ട് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത്. ആ കോർട്ടിൽ 6 ആർമി മെൻ, അതുപോലെ 4 സിവിലിയൻ മെൻസും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബഹദൂർ ഷാ സഫർ ബാക്കിയുള്ള റൂളേഴ്സിന് കത്തയച്ച്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കോൺഫെഡറസി ഉണ്ടാക്കാൻ വേണ്ടി, കോൺഫെഡറസി ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. സോ ഇതാണ് ഡൽഹിയിലെ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഡൽഹിയിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് സൈമൺ ഫ്രേസർ, ലെഫ്റ്റനൻറ്റ് വില്ലബൈ, പിന്നെ ബഹദൂർ ഷാ സഫർ. കോൺഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടാക്കി, അതുപോലെ തന്നെ കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം ബറേലിയിൽ ഒരു ഇൻഡിവിജ്വൽ ഉണ്ടായിരുന്നു, സുബേദാർ ബക്ത് ഖാൻ. സുബേദാർ ബക്ത് ഖാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സുബേദാറായിരുന്നു വർഷങ്ങളോളം. സോ അദ്ദേഹം ബഹദൂർ ഷാ സഫറിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ച് ഈ 6 ആർമി മെന്നിൽ ഒരാളായി ജനറൽ ബക്ത് ഖാനായി മാറി. സോ ജനറൽ ബക്ത് ഖാനാണ് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ഇൻഡിവിജ്വൽ. ജനറൽ ബക്ത് ഖാൻ ബഹദൂർ ഷാ സഫറിൻ്റെ കൂടെ ചേർന്ന് ഡൽഹിയിലെ ജനറലായി മാറി. ബഹദൂർ ഷാ സഫർ വീക്ക് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ജനറൽ എന്ന് പറയുന്നത് ബക്ത് ഖാൻ തന്നെയായിരുന്നു. സോ അതാണ് ഡൽഹിയിലെ കാര്യം പറയുമ്പോൾ. അത് നെക്സ്റ്റ് കാൺപൂറാണ്. കാൺപൂരിൽ നമ്മൾ ആംഗ്ലോ മറാത്ത വാർ പഠിച്ചപ്പോൾ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, പേഷ്വ ബാജിറാവു.
പേഷ്വ ബാജിറാവു ടുവിനെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പെൻഷനൊക്കെ കൊടുത്ത് കാൺപൂരിലേക്ക് അയച്ചിരുന്നു. സോ അദ്ദേഹം ഇവിടെ ഉണ്ട്, പേഷ്വ ബാജിറാവു ടു. പേഷ്വ ബാജിറാവു ടുവിൻ്റെ അഡോപ്റ്റഡ് സണ്ണാണ് നാനാ സാഹേബ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊടുത്തുകൊണ്ടിരുന്ന പെൻഷൻ പേഷ്വ ബാജിറാവിനാണ്. ഇനി പേഷ്വ ബാജിറാവു ടുവിൻ്റെ കാലശേഷം നാനാ സാഹേബിന് പെൻഷൻ ഇല്ല. അതുപോലെ തന്നെ പേഷ്വ എന്ന് പറയുന്ന ടൈറ്റിലും എടുത്ത് കളയാൻ പോവുക. ലാസ്റ്റ് പേഷ്വയായിട്ട് പേഷ്വ ബാജിറാവു ടുവിനെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരഞ്ഞെടുത്തു. സോ നാനാ സാഹേബിന് ഇതുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ദേഷ്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന സിപ്പോയി മുന്നണി സമയത്ത് ഇതൊരവസരമാക്കിയെടുത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ കാൺപൂരിൽ നിന്ന് എക്സ്പെൽ ചെയ്ത്. എന്നിട്ട് സ്വയം പേഷ്വയായിട്ട് പ്രൊക്ലെയിം ചെയ്തു. സോ ഇതാണ് കാൺപൂരിലെ രണ്ടാൾക്കാർ, ഒന്ന് പേഷ്വ ബാജിറാവു ടുവും അതുപോലെ നാനാ സാഹേബും. ഇനിയുള്ളൊരു ഇമ്പോർട്ടൻസ് സെൻറ്റർ എന്ന് പറയുന്നത് ലക്നൗ ആണ്. സോ ലക്നൗവിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ലക്നൗ എന്ന് പറയുന്നത് നമ്മുടെ ഔധിൻ്റെ ക്യാപിറ്റലാണ്. ലക്നൗവിലെ രാജാവായിരുന്നു, നവാബായിരുന്നു വാജിദ് അലി ഷാ. വാജിദ് അലി ഷായുടെ വൈഫാണ് ബീഗം ഹസ്രത് മഹൽ. ഇവർക്കൊരു മകനുണ്ട്, ബ്രിജിസ് ഖാദർ. 1856 ഈ പറയുന്ന ഔധ് അനക്സ് ചെയ്തു ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അനക്സ് ചെയ്തിട്ട് വാജിദ് അലി ഷാ എന്നെ എക്സൈലിലേക്ക് പറഞ്ഞുവിട്ട് ജയിലിലേക്ക് പറഞ്ഞയച്ചു. അതിനുശേഷം ബീഗം ഹസ്രത് മഹൽ അവിടുത്തെ റെയിൻ ഏറ്റെടുക്കുകയും സൺ ബ്രിജിസ് ഖാദറിൻ്റെ കൂടെ ചേർന്ന് റിബല്യന് നേതൃത്വം വഹിക്കുകയും ചെയ്തു. സോ അവിടെ റെബല്യൻ ബ്രോക്ക് ഔട്ട് ചെയ്തത് 4 ജൂൺ 1857 സോ അവർ വധിച്ച ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ പേര് പഠിക്കണം, ഹെൻറി ലോറൻസ്. ലക്നൗവിലെ റെസിഡൻ്റ് ആയിരുന്നു. നമ്മൾ സബ്സിഡി അലയൻസ് പഠിച്ചതാണ് എന്താണ് റെസിഡൻ്റ് എന്ന്. സോ ഹെൻറി ലോറൻസ് അവിടുത്തെ റെസിഡൻ്റ് ആയിരുന്നു. ഹെൻറി ലോറൻസിനെ നമ്മുടെ ബ്രിജിസ് ഖാദറും ബീഗം ഹസ്രത് മഹലും ചേർന്ന് വധിക്കുകയാണ്. സോ ലക്നൗ ആയി. വാജിദ് അലി ഷാ ബീഗം ഹസ്രത് മഹൽ 1856 അനക്സ് ചെയ്ത് അതിനുശേഷം ഹെൻറി ലോറൻസിനെ ഇവർ വധിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആൾക്കാർ. പിന്നെ ബറേലിയിൽ നമ്മൾ നേരത്തെ ജനറൽ ഭക്ത് ഖാനെ കണ്ട്, പക്ഷെ ഭക്ത് ഖാൻ ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു. ബറേലിയിൽ ആളുണ്ടായിരുന്നു. സോ ബറേലിയിൽ അധികം സംഭവങ്ങൾ പറയാനായിട്ടില്ല. അവിടുത്തെ പ്രധാനപ്പെട്ട റൂളർ ഖാൻ ബഹദൂർ ഖാനും 82 വയസ്സോളം ഉണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പെൻഷനറായിരുന്നു അദ്ദേഹം. പക്ഷേ ആർമി ഓർഗനൈസ് ചെയ്തു. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ആയിരുന്നു അറ, ബീഹാറിൽ. സോ ഇവിടെ ഒരു കൗതുകമുള്ള പേരുള്ള ഒരാളായിരുന്നു കൻവർ സിംഗ്. കൻവർ സിംഗിനും 70 വയസ്സിന് മുകളിലായിരുന്നു പ്രായം. അതുപോലെ ഖാൻ ബഹദൂർ ഖാനും 82 വയസ്സോളം ഉണ്ടായിരുന്നു. എല്ലാവരും പ്രായമുള്ള ആൾക്കാരായിരുന്നു. കൻവർ സിംഗ് ജഗദീഷ്പൂരിലെ സമീന്ദാറായിരുന്നു. സോ അടുത്ത സ്ഥലം ഫൈസാബാദാണ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഇത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേറെ അടുത്ത സെൻറ്റർ ഝാൻസിയിലെ രാജാവായിരുന്നു രാജാ ഗംഗാധർ റാവു. രാജാ ഗംഗാധർ റാവുവിൻ്റെ വൈഫാണ്
റാണി ലക്ഷ്മിബായി. അവർക്കൊരു അഡോപ്റ്റഡ് സൺ ഉണ്ടായിരുന്നു, ദാമോദർ എന്ന് പറഞ്ഞ്. സോ ഈ അഡോപ്റ്റഡ് സൺ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ആണ് അവിടെ സംഭവിച്ചത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഝാൻസിനെ അനക്സ് ചെയ്തത് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് വെച്ചിട്ടാണ്. സോ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് വെച്ചിട്ട് അനക്സ് ചെയ്തു. സോ അതിനുശേഷം രാജാ ഗംഗാധര റാവുവിനെ കൊന്നു. റാണി ലക്ഷ്മിബായി എന്ത് ചെയ്ത്? വിട്ടുകൊടുക്കാൻ തയ്യാറാവാതിരുന്ന റാണി ലക്ഷ്മിബായി ബ്രിട്ടീഷിനെതിരെ റിബല്യൻ നയിക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വുമൺ ക്യാരക്ടറാണ് റാണി ലക്ഷ്മിബായി. റാണി ലക്ഷ്മിബായിയെ സഹായിക്കാൻ വേറൊരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു, താന്തിയ തോപ്പ്. താന്തിയ തോപ്പ് വരുന്നത് നാനാ സാഹിബിൻ്റെ അടുത്തു നിന്നാണ്. നാനാ സാഹിബ് പരാജയപ്പെട്ടപ്പോൾ താന്തിയ തോപ്പ് റാണി ലക്ഷ്മിയായിട്ട് ജോയിൻ ചെയ്ത് ബ്രിട്ടീഷിനെ ഫൈറ്റ് ചെയ്യാൻ വന്നു. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഗ്വാളിയർ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. സോ ഗ്വാളിയറിനെ ക്യാപ്ചർ ചെയ്യുന്നത് താന്തിയ തോപ്പ് റാണി ലക്ഷ്മിബായിയും കൂടാണ്. ഗ്വാളിയറിനെ റീക്യാപ്ചർ ചെയ്യുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി റീക്യാപ്ചർ ചെയ്യുന്നുണ്ട് ജൂൺ 18, 1958. സോ ഈ സമയത്താണ് റീക്യാപ്ചർ ചെയ്യുന്നത്. സോ ഝാൻസിയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഒന്ന് താന്തിയ തോപ്പും മറ്റൊന്ന് റാണി ലക്ഷ്മിബായിയും തന്നെയാണ്. അവർ ഗ്വാളിയർ ക്യാപ്ചർ ചെയ്തതും അതിൻ്റെ ഡേറ്റും ഓർത്തിരിക്കുക. സോ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്റേഴ്സ്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിയും അതുപോലെ തന്നെ താന്തിയ തോപ്പ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, അതുപോലെ ബീഹാറിൽ കൻവർ സിംഗ്, 70+ വയസ്സുള്ള കൻവർ സിംഗ്, 82 വയസ്സുള്ള ഖാൻ ബഹദൂർ ഖാൻ. അതുപോലെ ലക്നൌവിലാണ് റെസിഡൻ്റായ ഹെൻറി ലോറൻസിന്. ഇങ്ങനെ ഓർത്തിരുന്നത് എല്ലും ലക്നൌവിൽ ലോറൻസ്. അവിടെ ഇവിടെ 2 ബി ആണ്. ബീഗം ഹസ്രത് മഹളും ബ്രിജിസ് ഖാദർ, അമ്മയും മകനും കൂടെയാണ് അവിടെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. കാൺപൂരിൽ മറാത്തയിൽ പോയ പെൻഷനറായിട്ടുള്ള പേഷ്വ ബാജിറാവ് ടൂവും നാനാ സാഹിബും സ്വന്തമായിട്ട് പേഷ്വയായിട്ട് പ്രൊക്ലെയിം ചെയ്യുന്നതിനെ പറ്റി കണ്ട്. അതുപോലെ ബറേലിയിൽ ജനറൽ ഭക്ത് ഖാൻ ഡൽഹിയിൽ ചെന്ന് ബഹദൂർ ഷാ സഫറിൻ്റെ കൂടെ ചേർന്ന് ഫൈറ്റ് ചെയ്തു. സോ ഇതിനെ എങ്ങനെ സപ്രസ് ചെയ്തതെന്ന് അടുത്ത് നമുക്ക് പഠിക്കാം. സപ്രസ് ചെയ്യുന്നത് ഓരോ സ്ഥലത്തും എങ്ങനെയാണ് സപ്രസ് ചെയ്യുന്നതെന്നും അവിടുത്തെ ആരാണ് സപ്രസ് ചെയ്തതെന്നും എന്നാണ് സപ്രസ് ചെയ്തതെന്നുമാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം. സോ നമുക്ക് ഡൽഹിയിൽ എങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർ സപ്രസ് ചെയ്തതെന്ന് നോക്കാം. ഡൽഹിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആളാണ് ജനറലാണ് ജോൺ നിക്കോൾസൺ. ജോൺ നിക്കോൾസനാണ് റിവോൾട്ടിനെ അടിച്ചമർത്തുന്നത് 20 സെപ്റ്റംബർ 1857. ജോൺ നിക്കോൾസൺ 20 സെപ്റ്റംബർ 1857 ക്യാപ്ചർ ചെയ്തിട്ട് നമ്മുടെ ബഹദൂർ ഷാ സഫറിനെ രംഗൂണിലേക്ക് അയച്ച്, പെൻഷനൊക്കെ കൊടുത്ത് രംഗൂണിലേക്ക് അയച്ച്, അങ്ങനെ ലാസ്റ്റ് മുഗൾ റൂളറായി മാറി നമ്മുടെ ബഹദൂർ ഷാ സഫർ. സോ ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ജോൺ നിക്കോൾസൺ, 20 സെപ്റ്റംബർ 1857. അതിനുശേഷം കാൺപൂരിലും സ്ഥിതി വേറൊന്നും അല്ലായിരുന്നു. സപ്രസ് ചെയ്തു. സർ കോളിൻ ക്യാമ്പലാണ് അവിടെ നേതൃത്വം നൽകിയത്. 6 ഡിസംബർ 1857 അത് സപ്രസ് നടന്നത്. ഇവിടെ കാൺപൂരിൽ ആരായിരുന്നു? പേഷ്വ ബാജിറാവ് ടൂവിൻ്റെ മകനായിട്ടുള്ള നാനാ സാഹിബാണ് സ്വന്തമായിട്ട് പേഷ്വയായിട്ടൊക്കെ പ്രൊക്ലെയിം ചെയ്തതായിരുന്നു. പക്ഷേ സർ കോളിൻ ക്യാമ്പൽ നാനാ സാഹിബിനെ വധിച്ചു. സോ നാനാ സാഹിബ് ഇല്ലാണ്ടായി. കൂടെ ഉണ്ടായിരുന്ന താന്തിയ തോപ്പ് എങ്ങോട്ട് പോയി? താന്തിയ തോപ്പ് പോയതാണ് ഝാൻസിയിലേക്ക്. സോ ഇനി ഝാൻസിയിൽ എന്താ സംഭവിച്ചത്? നമ്മൾ കണ്ടത് ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിയും താന്തിയ തോപ്പും ചേർന്ന് പട നയിക്കുന്നത്. പക്ഷേ താന്തിയ തോപ്പിനും ഝാൻസി റാണിക്കും പ്രത്യേകിച്ച് അധികം നാൾ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവിടെ സർ ഹ്യൂഗ് റോസ് ജൂൺ 1858 സർ ഹ്യൂഗ് ജോൺ റോസ് ഇത് ഝാൻസി പിടിച്ചെടുക്കുന്നത്. താന്തിയ തോപ്പ് അപ്പോഴും വധിക്കപ്പെട്ടില്ല. താന്തിയ തോപ്പ് നേരെ സെൻട്രൽ ഇന്ത്യയിലേക്ക് കടന്നളഞ്ഞു. പക്ഷെ അവിടെ വെച്ചിട്ട് കൊല്ലപ്പെടുകയാണ്. സോ
കാൺപൂരിലെ സർ കോളിൻ ക്യാമ്പൽ. കോളിൻ ക്യാമ്പലിനെ മറക്കത്തില്ല, കാരണം ഒരു സ്ഥലത്തും കൂടെ കോളിൻ ക്യാമ്പൽ വരുന്നുണ്ട്. അതുപോലെ ഝാൻസിയിൽ സർ ഹ്യൂ ക്രോസ്. ഇവരെയൊക്കെ സർ എന്ന് വിളിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, ബട്ട് നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കണം. സർ ഹ്യൂ ക്രോസ്, സർ കോളിൻ ക്യാമ്പൽ, പിന്നെ ജോൺ നിക്കോൾസ്. അതിനുശേഷം നമ്മുടെ ബീഗം ഹസ്രത് മഹലും ബ്രിജീഷ് ഖാദറും കൂടെ പട നയിച്ചിരുന്ന ലക്നൗ. ലക്നൗവിൽ വീണ്ടും സർ കോളിൻ ക്യാമ്പൽ. സർ കോളിൻ ക്യാമ്പൽ മാർച്ച് 1858. ഇത് 58ലാണ്, മാർച്ച് 1858. ഇത് ജൂൺ 1858. അപ്പം സർ കോളിൻ ക്യാമ്പൽ ലക്നൗവിലും അതുപോലെ തന്നെ കാൺപൂരിലും ഉണ്ടായിരുന്നു. പിന്നെ ഝാൻസിയിൽ സർ ഹ്യൂ ക്രോസ്, ജോൺ നിക്കോൾസൺ ഡൽഹിയിലുള്ള വേറെ 2 ഇംഗ്ലീഷ് ആൾക്കാരുടെ പേര് മറക്കരുത്, സൈമൺ ഫ്രേസറും അതുപോലെ തന്നെ ലഫ്റ്റനന്റ് വില്ലബി. അടുത്തത് പിന്നെ ലക്നൗവിലുണ്ടായിരുന്ന ഹെൻറി ലോറൻസിനെ മറക്കരുത്. സോ ഇങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷുകാർ 1857 റിവോൾട്ടിനെ സപ്രസ് ചെയ്തത്. സോ 1859 ബ്രിട്ടീഷ് അതോറിറ്റി റീ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതാണ് 1857 പറ്റി പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്മൾ 2 പാർട്ടായിട്ട് അതിൻ്റെ കോസസും ഡീറ്റെയിൽ ആയിട്ട് നോക്കി, അതുപോലെ സ്റ്റോം സെൻറ്റേഴ്സ് നോക്കി, പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് നോക്കി, ഒരു എക്സാമിന് വേണ്ടുന്ന രീതിയിലുള്ള എക്സാം പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ നോക്കിയത്. സോ ഇതാണ് 1857 റിവോൾട്ട്.